السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد. മഹത്തായ ഈ വേദിയെ ധന്യമാക്കിയ അബുദാബി സുന്നി സ്റ്റുഡൻറ് സെന്ററിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി, അതിലുപരി UAE വിവിധ സുന്നി സംഘടനകളുടെയും മറ്റ് സുന്നി പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ UAE തല കോർഡിനേഷൻ കമ്മിറ്റിയായ UAE സുന്നി കൗൺസിലിന്റെ കരുത്തനായ കാര്യദർശി, ബുദ്ധിജീവിയും ചിന്തകനും പണ്ഡിതനുമായ നമ്മുടെയൊക്കെ മാർഗദർശകനായ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുറഹ്മാൻ മൗലവി വളവട്ടൂർ, ഈ മഹത്തായ വേദിയിലെ അധ്യക്ഷൻ, എൻ്റെ സഹപ്രവർത്തകൻ, UAE SKSFന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഫൈസി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തനായ പ്രഭാഷകനും സംഘാടകനുമായ ബഹുമാനപ്പെട്ട MP കടുങ്ങല്ലൂർ, ഇവിടെ ഒരുമിച്ച് കൂടിയ അബുദാബി സ്റ്റേറ്റ് SKSFന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയം, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണ രംഗത്ത് നമ്മളാൽ കഴിയാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും ഈ അബുദാബിയിലും അതുവഴി നാട്ടിലും മറ്റുമായി നമുക്ക് ചെയ്യാനുണ്ടോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും അത് നടപ്പിൽ വരുത്തുവാനും ഒക്കെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ കൂട്ടായ്മ അള്ളാഹു സ്വാലിഹായമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രണ്ട് വീട്ടിലും പരിശുദ്ധമായ ദീനിന് ഉപകരിക്കുന്ന ഒരു കൂട്ടായ്മയായി അള്ളാഹു ഇതിനെ വിജയിപ്പിക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട വളവട്ടൂര് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതിനു മുമ്പ് സ്വാഗത പ്രസംഗത്തിൽ അബുദാബി സുന്നി സെന്റർ SKSFന് നൽകുന്ന സഹായ സഹകരണങ്ങളെ നന്ദിയോടുകൂടി സ്മരിക്കുകയും ഇനിയും കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി സുന്നി സെന്ററിന്റെ സെക്രട്ടറി അത് ഏറ്റെടുത്തു, നിങ്ങളെ അറിയിച്ചു. എന്നാൽ SKSF എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം തീർത്തും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പിറവിയെടുത്തപ്പോൾ തുടക്കത്തിൽ അതിനുവേണ്ടി രംഗത്തിറങ്ങിയ കുറച്ചാളുകൾ അവരുടെ എല്ലാ ഊർജവും നഷ്ടപ്പെട്ട്, ജാഹിദു ഫീ സബീലില്ലാഹി ബി അംവാലിക്കും അൻഫുസിക്കും എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ആദ്യം അംവാല പറഞ്ഞത്. അങ്ങനെ അവരുടെ കയ്യിലുള്ള എല്ലാ സാമ്പത്തികമായ സംവിധാനങ്ങളും ഒക്കെ തകർന്ന് മറുഭാഗം കോടികൾ വാരി വിതറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ യഥാർത്ഥമായ സമസ്തയുടെ ആദർശം ബഹുജനങ്ങളിൽ പ്രചരിപ്പിക്കുന്ന SKSFന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ SKSFന്റെ സ്ഥാപക നേതാക്കൾ UAE വന്നപ്പോൾ അബുദാബി സുന്നി സെന്ററാണ് രണ്ട് കൈയും നീട്ടി SKSFനെ സ്വീകരിച്ചതും അതിന് ഊർജം നൽകിയതും. ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ അഭിമാനമായ കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ അതിൽ ലയിച്ചു ചേർന്നൊരു ബന്ധമാണല്ലോ അബുദാബി സുന്നി സെന്ററിനുള്ളത്. അതുകൊണ്ട് SKSFനെ സഹായിക്കുന്ന കാര്യത്തിൽ അബുദാബി സുന്നി സെന്റർ എന്നും മുൻപന്തിയിൽ തന്നെയാണ് എന്ന്
അബുദാബി സ്റ്റേറ്റ് കമ്മിറ്റി സഹപ്രവർത്തകരെ അറിയിക്കാൻ അവസരോചിതമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ വിഷയം സമസ്തയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളാണ്. അതിനെക്കുറിച്ച് പറയണമെന്നാണ് സംഘാടകർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന ആദർശ പ്രസ്ഥാനം അത് പരിശുദ്ധമായ ദീനിന് തനിമയാണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു 1,24,000 പ്രവാചകന്മാരെ ഈ ലോകത്ത് നിയോഗിച്ചു. ആദ്യ പ്രവാചകർ തന്നെ ഇസ്ലാമിന്റെ പ്രബോധകരായിരുന്നു. അതിനുശേഷം ഓരോ കാലഘട്ടത്തിനും സമൂഹത്തിനും അനുസരിച്ച് ആവശ്യമായ ഘട്ടങ്ങളിൽ ഓരോ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിമിതമായ 23 കൊല്ലക്കാലം കൊണ്ട് ഇസ്ലാമിന്റെ ഒരു സമ്പൂർണ്ണ മതമായി ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചു. ഇനി മറ്റൊരു മതത്തിന് ആവശ്യമില്ല, ഭേദഗതിക്ക് ആവശ്യമില്ല. അവിടുന്ന് ലോകത്തോട് വിട പറയാൻ സമയമായപ്പോ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ലക്ഷത്തിൽ പരം വരുന്ന സഹാബാക്കൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഒന്നിരായ സഹാബത്തെ ഇനി ഇതാ ദീൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഒരു ഗ്രന്ഥം ഇറങ്ങാനില്ല. നിങ്ങളത് പ്രചരിപ്പിക്കണം. ഫല്യുബല്ലിഗു ഷാഹിദു മിൻകുമുൽ ഗായിബ. ഇവിടെ ഹാജറുള്ള നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ദീനിനെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ആ സുദീർഘമായ പ്രസംഗത്തിൽ വീണ്ടും പറഞ്ഞു, വമയ്യായിശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅള്ളൂ അലൈഹാ ബിന്നവാജിദ്. എന്റെ ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ അവകാശികൾ എന്ന് പറഞ്ഞ് പല ആളുകൾ രംഗപ്രവേശനം ചെയ്യും. അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ നിങ്ങളാരും ബേജാറാവണ്ട. ഏതാണ് യഥാർത്ഥ ദീൻ എന്ന് വിചാരിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഫഅലൈക്കും ബി സുന്നത്തി, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. പോരാ, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗികളായ 4 ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയെ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, നിങ്ങളത് ശക്തമായി പിടിക്കണം. പോരാ, വഅള്ളൂ അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കണം. അത്രയും ശക്തമായി എന്റെയും ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോകില്ലെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് വരാനുള്ള മുഴുവൻ മുസ്ലിങ്ങളോടുമായി അവിടുന്ന് പറഞ്ഞു. സഹാബാക്കളെ ഏൽപ്പിച്ചു ലോകത്തിന്റെ നാനാഭാഗത്തും പോയി ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി. ഒന്നരായ സഹാബത്ത് അത് ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 1,00,000-ൽ പരം വരുന്ന സഹാബാക്കൾ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ചുരുക്കം ചില സഹാബാക്കൾ, ആയിരക്കണക്കിന് വരുന്ന കുറച്ച് സഹാബാക്കളുടെ ഖബർ മാത്രമേ ഏറ്റവും കൂടുതൽ സഹാബാക്കളുടെ ഖബറുള്ള മദീനയിലെ ജന്നത്തുൽ ബഖീലുള്ളൂ. വിരലുകളെ കൊണ്ട് എണ്ണാൻ പറ്റുന്ന ചുരുക്കം ചില സഹാബാക്കൾ മക്കായിലെ ജന്നത്തുൽ മുഅല്ലായിലും. ബാക്കി മുഴുവനും ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പോയി. അക്കൂട്ടത്തിൽ കേരളത്തിലും സഹാബാക്കൾ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഈറത്ത് ഇബ്നു ശുഐബ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സന്ദേശവുമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നിട്ടുണ്ട്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രൻ പിളർന്ന സംഭവം, ശത്രുക്കൾക്ക് മുഇസ്സത്തായി കാണിച്ചു കൊടുത്ത സംഭവം കേരളത്തിൽ നിന്ന് കണ്ട ചേരമാൻ പെരുമാൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായി അദ്ദേഹം അറബ് നാട്ടിലേക്ക് പോയി. അങ്ങനെ ഇസ്ലാമായി. ആ കഥയൊക്കെ നമുക്കറിയാം. അതിനുശേഷം ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അടുത്ത അനുചരന്മാരുമാണ് കേരളത്തിൽ വന്ന് ദീനുണ്ടാക്കിയത്. അവർ കേരളത്തിന്റെ പല ഭാഗത്ത് പള്ളികൾ സ്ഥാപിച്ചു, മഹല്ലുകൾ ഉണ്ടാക്കി, കേരളത്തിൽ ദീൻ കൊണ്ടുവന്നു. കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളിയുടെ പുനർനിർമ്മാണം നിർവഹിച്ചപ്പോൾ അതിന്റെ ഉമ്മരപ്പടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹിജ്റയുടെ 5-ാം വർഷമെന്ന്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് യാത്ര പറയുന്നത് ഹിജ്റയുടെ 10-ാം വർഷമാണെങ്കിൽ റസൂലുള്ള വഫാത്താകുന്നതിന് 5 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ പള്ളി ഉണ്ടായി എന്ന് ചുരുക്കം. അതുപോലെ കൊടുങ്ങല്ലൂർ പള്ളി, ഇങ്ങനെ ഒരുപാട് പള്ളികൾ. ഈ പള്ളികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തോ അതിന് തൊട്ടു ശേഷമോ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുചരന്മാരും കേരളത്തിന്റെ പല ഭാഗത്തും പോയി മഹല്ലുകൾ ഉണ്ടാക്കി, പള്ളികൾ സ്ഥാപിച്ചു, അവിടെ ജുമാ നിർത്തി, ഖുതുബയോദിയൊക്കെ പോന്നു. അവരുടെ ആ പ്രഭ അവസാനിക്കാൻ തുടങ്ങിയപ്പോൾ 2-ാം ഘട്ടമായി ദീനിന്റെ ദഅവത്ത് കേരളത്തിൽ ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂം കുടുംബമായിരുന്നു. പൊന്നാനി വലിയ പള്ളിക്കതിലെ വിളക്കത്തിരുന്ന് കിതാബോധി പഠിച്ച ആലിമീങ്ങളെ, തഹസിലായ പണ്ഡിതന്മാരെ, അന്ന് ബാക്കവി, ഫൈസി, ദാരിമി, ഹുദവി, വാഫി എന്ന് പറഞ്ഞ പോലുള്ള ഡിഗ്രികളൊന്നും ഇല്ലല്ലോ. പൊന്നാനി വലിയ പള്ളിയിൽ കിതാബോധി പഠിച്ച ആലിമീങ്ങളുള്ളത്.
അങ്ങനെ തഹസിലായ പണ്ഡിതന്മാരെ കേരളത്തിന്റെ പല ഭാഗത്തേക്കും മഹദൂം കുടുംബം ഖാദിമാരായി പറഞ്ഞയച്ചു. അവരും മോത്ത് പള്ളികളും മഹല്ലുകളും ഒക്കെ സ്ഥാപിച്ചു പോന്നു. അങ്ങനെ 921 കാലഘട്ടം വരെ കേരളീയ മുസ്ലിങ്ങൾ ഐക്യത്തോട് യോജിപ്പോടുകൂടി ഒരേ ഇമാമിന്റെ കീഴിൽ ഒരേ പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ഒരേ വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിച്ചു പോന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ 921 കാലഘട്ടങ്ങളിലാണ് ആദ്യമായി ഭിന്നിപ്പ് കണ്ടു തുടങ്ങിയത്. ഇന്ത്യയിൽ ഉടലെടുത്ത ഖിലാഫത്ത് പ്രസ്ഥാനം, ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കുകയല്ല. 921 തമിഴ്നാട്ടിലെ ഈരോട് വെച്ച് ഇന്ത്യൻ മജ്ലിസുൽ ഉലമ എന്ന് പറഞ്ഞ സംഘടനയുടെ കീഴിൽ പണ്ഡിതന്മാർക്ക് സ്വീകരണം നൽകുന്ന വലിയൊരു പരിപാടി ഉണ്ടായി. 921 ഏപ്രിൽ 2-3 തീയതികളിൽ ഖിലാഫത്ത് നേതാക്കൾക്ക് സ്വീകരണം. ആ സ്വീകരണ പരിപാടിയിലേക്ക് കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്ന അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അതുപോലെ KM മൗലവി, കട്ടിലശ്ശേരി മൗലവി ഒക്കെ പോയി, ക്ഷണിക്കപ്പെട്ടവർ പോയി. ആ പരിപാടിയിലെ ഇന്ത്യൻ മജ്ലിസുൽ ഉലമ എന്ന സംഘടനയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട കട്ടിലശ്ശേരിയും KM മൗലവിയും ഒക്കെ ഇതുപോലെ നമുക്ക് കേരളത്തിൽ ഒരു സംഘടന എന്ന് അവിടുന്ന് അവർക്ക് വാക്കുകൊടുത്തു. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞു, നമുക്ക് നാട്ടിൽ പോയി നമ്മുടെ ഉസ്താദന്മാരോടും ആലിമീങ്ങളോട് അന്വേഷിച്ച് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഇവര് ആ അഭിപ്രായം മുഖവിലക്കെടുത്തില്ലെന്ന് മാത്രമല്ല, അവര് തൊട്ട് അടുത്ത് തന്നെ ഒറ്റപ്പാലത്ത് വെച്ച് മറ്റൊരു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘടനക്ക് രൂപം നൽകി. അങ്ങനെ 1921 ആഗസ്റ്റ് 1 ഖിലാഫത്ത് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ദുഷ്ടരായ ബ്രിട്ടീഷുകാരെ ഇന്ത്യ രാജ്യത്ത് നിന്ന് കെട്ടിക്കാൻ വേണ്ടി ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരമുണ്ടായി. അതിന്റെ മുൻപന്തിയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ഉപാധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അതുപോലെ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, KM മൗലവിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മലബാറിൽ സമരം ഉണ്ടായി. മുസ്ലിങ്ങളൊക്കെ രംഗത്തിറങ്ങി, ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളുമൊക്കെ രംഗത്തിറങ്ങി സമരമുണ്ടായി. ബ്രിട്ടീഷ് പട്ടാളം സമരത്തിന്റെ മുൻപന്തിയിലുള്ള നേതാക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്നു എന്ന് കേട്ടപ്പോ ആലി മുസ്ലിയാർ ധീരമായി ശിക്ഷ ഏറ്റുവാങ്ങി. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിശദമായി അങ്ങോട്ട് കിടക്കല്ല. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒളിഞ്ഞും തെളിഞ്ഞും സമരത്തെ ഗതി മാറ്റി തിരിച്ചുവിടുന്ന, വർഗീയ കലാപമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടും, അതുപോലെ മലപ്പുറത്ത് ബാങ്ക് കൊള്ളയടിക്കാൻ വന്ന മുസ്ലിം ബഹുജനത്തിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പട്ടാളം തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആ മുസ്ലിം ബഹുജനത്തിന്റെ മുമ്പിൽ കുന്നുമ്മൽ നിന്നുകൊണ്ട് പ്രൗഢോജ്ജലമായൊരു പ്രസംഗം നടത്തിക്കൊണ്ട് അവരെ പിരിച്ചുവിട്ടു. ഇങ്ങനെ സമരരംഗത്ത് ഒളിഞ്ഞും തെളിഞ്ഞും നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ നാട്ടിൽ തന്നെ പിടിച്ചു നിന്നു. എന്നാൽ KM മൗലവി അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കുറച്ച് കൂടുതലായതുകൊണ്ടും ധൈര്യം അതുപോലെ മറ്റുള്ള നേതാക്കളെക്കാളും കുറച്ച് അധികമായതുകൊണ്ടും അദ്ദേഹം തിരുകൊച്ചിയിലേക്ക് ഓടിപ്പോയി. ഒറ്റപ്പാലത്ത് നടന്ന മുജാഹിദ് സമ്മേളനത്തിന്റെ സോവനീർ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ആരുടെയും പിടിയിൽപ്പെടാതെ KM മൗലവിക്ക് തിരുകൊച്ചിയിൽ അഭയം തേടാൻ കഴിഞ്ഞു എന്നവരുടെ സോവനീർ സമ്മതിക്കുന്നുണ്ട്. സമൂഹത്തെ മുഴുവനും ഒന്നും അറിയാത്ത പാവപ്പെട്ട മുസ്ലിം ബഹുജനങ്ങളെ യുദ്ധരംഗത്തേക്ക് വലിച്ചിട്ടുകൊണ്ട്, ശത്രുക്കളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നേതാവ് തടി തപ്പുന്ന ഒരു പാരമ്പര്യം കേരളത്തിൽ ആദ്യമായി കാഴ്ചവെച്ച അദ്ദേഹമാണ്. തിരുകൊച്ചിയിൽ പോയി അവിടെ അദ്ദേഹത്തിന്റെ അളിയനായ MCC മൗലവിയുമായി ബന്ധപ്പെട്ട് വക്ക മൗലവിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ചേർന്ന് അങ്ങനെ സൗദി അറേബ്യയിലെ നജിദിൽ നിന്ന്, റിയാദിൽ നിന്ന് അച്ചടിച്ചിരുന്ന അത്തൗഹീദ് പത്രം അങ്ങനെ വരുത്തി അങ്ങനെ പുതിയ ചില വാദഗതികളൊക്കെ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അതുവരെ കേരള മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല. എല്ലാ പള്ളിയിലും അറബിയിൽ ഖുതുബ. അപ്പൊ നമുക്ക് തോന്നും, ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ ഖുതുബ തിരിയേണ്ടേ, ഇന്നത്തെക്കാളും തിരിയേണ്ടത് അന്നായിരുന്നല്ലോ.
നമ്മളൊക്കെ മുൻഗാമികൾ ചിലപ്പോ താഴ്ന്ന ജാതിപ്പെട്ട ഹിന്ദുക്കളൊക്കെ ആയിരുന്നു. അവർ തൊപ്പിട്ട് നേരെ മുസ്ലിം ആകുക. അന്ന് നിസ്കരിക്കാൻ തന്നെ ആള് വരില്ല, പോലെ ജുമായക്കാണ്. എന്നാൽ ഇന്നത്തെ പോലെ അല്ല അന്ന് ജുമായക്കോ. ഇന്ന് നമ്മളൊക്കെ ജുമായക്കോൽ അങ്ങനെ മുസ്ലിം അങ്ങനെ മടക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കലാണ്. റോഡ് സൈഡിൽ എവിടെയും തണലത്ത് ചൂടുള്ള സമയത്ത് ബിൽഡിങ്ങിന്റെ താഴൊക്കെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഇക്കാമത്ത് കൊടുത്ത് ഇമാമ് കൈയ്യെട്ടുമ്പോ ആ സൗകര്യം ഉള്ളവർക്ക് ഏറ്റവും അടുത്ത സ്ഥലത്ത് മുസല്ല വിരിക്കും. രണ്ടാമത്തെ സ്ഥലം വീട്ടിൽ മുസല്ല മടക്കി കൊണ്ടുപോയിരിക്കും. ഇന്നത്തെ ജുമാ അങ്ങനെയുള്ളൂ. അന്ന് അങ്ങനെയല്ല, അന്ന് നേരത്തെ ചൂട്ടും കത്തിച്ചു പോകും. പഴയ കാലങ്ങളിലൊക്കെ ചില പള്ളികളിൽ ജുമയ്ക്ക് പോകുന്ന ആളുകൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ വഖഫിന്റെ നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. ജുമയ്ക്ക് വരുന്ന ആളുകൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ നെൽപ്പാടങ്ങൾ വഖഫ് ചെയ്തിരുന്ന മഹല്ലുകൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അത്തിരി നേരത്തെ ആളുകൾ ജുമയ്ക്ക് പോകും. പക്ഷെ ജനങ്ങൾക്ക് ഒളു കൊടുക്കാൻ അറിയില്ല, നിസ്കരിക്കാൻ ഒന്നും അറിയാത്ത കാലമായിരുന്നു. സമസ്തയുടെ മദ്രസ ഒന്നും ഇല്ലല്ലോ. എവിടെയെങ്കിലും കുറച്ച് മൊല്ലാമാർ ഓത്തുപള്ളി നടത്തും. അതിൽ ചില ആൾക്കാർ പഠിക്കും, ചിലർ കൂടുതൽ ആളും പഠിക്കൂല. അങ്ങനെ ദീനിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആ കാലഘട്ടങ്ങളിൽ ജുമാ ഖുതുബയിൽ നന്നായി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അവരാരും അത് ചെയ്തില്ല. ആ കാലം വരെ കേരളത്തിൽ എവിടെയും ഖുതുബ മാതൃഭാഷയിൽ ഓതിയിട്ടില്ല. അറബിയിൽ മാത്രമാണ് ഖുതുബ ഓതിയത്. മലയാളം തിരിയാത്തത് കൊണ്ടല്ല, മലയാളം തിരിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് അവർ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, ഉമർ ഖാദിയെ പോലുള്ള ഒരുപാട് ഔലിയാക്കളും മാരിഫീങ്ങളും സാദാത്തുകളും ആലിമീങ്ങളൊക്കെ കേരളത്തിൽ ദീനിന് നേതൃത്വം നൽകി. അവരൊക്കെ അറബിയിൽ മാത്രമാണ് ഖുതുബ ഓതിയത്. എന്നാൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുചരന്മാരോ അതുപോലെ ബഹുമാനപ്പെട്ട മഖ്ദൂം കുടുംബമോ മമ്പുറം തങ്ങളോ ഉമർ ഖാദിയോ കേരളത്തിൽ കഴിഞ്ഞു പോയ ആലിമീങ്ങളോ സാദാത്യങ്ങളോ ആരും ജുമയ്ക്ക് പോകുമ്പോൾ ഭാര്യമാരെ കൂട്ടി പോയിട്ടുമില്ല. ഒരൊറ്റ പള്ളിയിലും പെണ്ണുങ്ങൾ പോയതായിട്ട് കാണാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങളായ മൗലൂദ്, റാത്തീബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരമ്പരാഗതമായി ഇങ്ങനെ നിലനിന്ന് പോകുന്നതാണ്. 21-ന് ശേഷം വക്കം മൗലിയും കെ എം മൗലിയും MCC എല്ലാം കൂടി തിരുക്കൊച്ചിയിൽ കൊടുങ്ങല്ലൂർ ഒത്തുചേർന്ന് അവിടെയുള്ള ചില കുടുംബങ്ങൾക്കിടയിൽ ഉള്ള ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി മസ്ലഹത്ത് സമിതി എന്നൊരു സമിതി രൂപീകരിച്ചു ആദ്യം. അതിനുശേഷം അത് പിന്നെ മുസ്ലിം ഐക്യസംഘമാക്കി മാറ്റി. ആ ഐക്യസംഘത്തിലെ പണ്ഡിതന്മാർക്ക് ഒത്തുകൂടാനും തീരുമാനം പറഞ്ഞു കൊടുക്കാനും ഒരു ഫത്വ കമ്മിറ്റി എന്ന പേരിൽ കേരള ജമിയത്തുൽ ഉലമ എന്നൊരു പണ്ഡിത സംഘടന രൂപീകരിച്ചു. അതിന്റെ ലേബിളിൽ കോഴിക്കോട്, ഫറോക്ക്, എടവണ്ണ തുടങ്ങിയുള്ള പല സ്ഥലത്തും ഇവര് വന്നുകൊണ്ട് പുതിയ ആശയങ്ങൾ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തോട് പ്രസംഗിക്കാൻ തുടങ്ങി. എത്രത്തോളം പ്രസംഗം കേട്ട് ചില പാവങ്ങളായ മുസ്ലിംകൾ ആ പ്രസംഗ വേദിയിൽ തന്നെ അരിയിലുള്ള ഐക്കലൊക്കെ പൊട്ടിച്ചെറിഞ്ഞെന്ന് ചരിത്രങ്ങളിലുണ്ട്. വീട്ടിലൊന്നും മൗലൂദിന്റെ ഏടുകളൊക്കെ വലിച്ചെറിഞ്ഞ് ആയത്തും ഹദീസും നിരത്തിക്കൊണ്ട് ഇതൊക്കെ ശിർക്കാണ്, കുഫ്റാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കാം. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. എന്താ മറ്റൊരു വശം എന്നറിയോ? മലബാർ കലാപം സമരത്തിൽ കേരളീയ മുസ്ലിങ്ങൾ ഒരുപാട് നമ്മൾ പുറകോട്ട് പോകാനൊക്കെ ഒരു കാരണം കലാപമാണെന്നൊക്കെ ചരിത്രകാരന്മാരങ്ങനെ വിലയിരുത്തുന്നുണ്ട്. എന്തോ ആവട്ടെ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏതായാലും ദുഷ്ടരായ ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അതിന്റെ കാരണം എന്തായിരുന്നു? പഴയ കാലത്ത് പീഡികക്കൊലായിലൊക്കെ ഇരുന്ന് നമ്മുടെ കാരണന്മാർ ചർച്ച ചെയ്യുന്നത് എന്തായിരുന്നു? നമ്മക്ക വാപ്പാര് അല്ലെങ്കിൽ വല്ലിപ്പാര് അവർക്കൊക്കെ ബദർ വഹിദൊക്കെ പാടി പറയാൻ അറിയുമായിരുന്നു. മലപ്പുറം കിസ്സ, ബദർ വഹിദൊക്കെ ഇങ്ങനെ പാടി പറയുന്നു പീഡികക്കൊലായിൽ ഇരുന്നിട്ട്. ഇന്ന് രാഷ്ട്രീയം പറയുള്ളൂ, അല്ലെങ്കിൽ നേതാക്കളെ കുറിച്ച് അങ്ങനെ വിലയിരുത്തുള്ളൂ. ഇന്ന് പണി അതാണ്. അന്ന് അങ്ങനല്ല. അന്ന് ബദർ പാടി പറയാ, വഹിദ് പാടി പറയാ, മലപ്പുറം കിസ്സ പാടി പറയാ. ഇശാ മഗ്‌രിബിന്റെ അടിയിൽ വീടുകളിലൊക്കെ മൊയ്തീമാല പാടുക, നഫീസത്ത് മാല, റിഫായി മാല. ഇന്ന് സീരിയലാണ്, ആ സ്ഥാനത്താണ് അന്നതൊക്കെ. ഇങ്ങനെ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് യോദ്ധാക്കളായ ശുഹദാക്കളുടെ ഊർജം പകർന്ന ധീരരായ മാപ്പിള മക്കൾക്ക് ദുഷ്ടരായ ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിക്കാൻ കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലങ്ങാടിയിൽ ചന്തക്ക് വന്ന മുസ്ലിംകൾ കേൾക്കുകയാണ്, കോട്ടക്കന്ന് ശനിയാഴ്ച തിരൂരങ്ങാടി പള്ളി പട്ടാളം വളഞ്ഞിക്കണ്, ആലി മുസ്ലിയാരെ പിടിച്ചുകൊണ്ടുണ്ട്. ഉടനെ ചന്തിന്ന് കപ്പാളിയൊക്കെയാണ് വലിച്ചെറിഞ്ഞ്, അരിരെപ്പോഴും കത്തിണ്ടാവുമല്ലോ, ആ കത്തിയൊക്കെ എടുത്ത് പോണ വൈക്ക് കാണുന്ന കള്ളിക്കൊമ്പും തോൽക്കൊമ്പും ഒക്കെ എടുത്ത് ചെന്ന് തിരുരങ്ങാടി പള്ളിയാണ് വളഞ്ഞ്, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് പള്ളിയാണ് വളഞ്ഞപ്പോ മുസ്ലിംകൾ കൂട്ടത്തോടുകൂടി പള്ളിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കണ്ടപ്പോ അത്യാധുനിക തോക്കുമായി നിൽക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന് അവിടുന്ന് രക്ഷപ്പെടേണ്ടി വന്നു. അത് മഹാന്മാരുടെ ചരിത്രത്തിൽ നിന്ന് മാപ്പിള മക്കൾക്ക് കിട്ടിയ ഒരു ഊർജമായിരുന്നത്. ബദറും മഹദും പാടിപ്പറഞ്ഞ് മലപ്പുറം കിസ്സ പറഞ്ഞ് മുസ്ലിംകൾ അത് ആർജിച്ചിരുന്നു. പുത്തനാശയക്കാർ ആദ്യം അതിനാണ് കത്തിവെച്ചത്. അതൊക്കെ ശിർക്കാണ്, കുഫ്റാണ്. ഇന്ന് ശത്രുക്കൾ നമ്മളെ മേലെ കയറിയിരിക്കുകയാണ്. ഇന്ന് മുസ്ലിങ്ങൾക്ക് എവിടെ ഇസ്സത്തില്ല, എല്ലാം തകർന്നിരിക്കണം. അതിന് കാരണം ഇവരാണ്. സത്യത്തിൽ സിയോണിസ്റ്റുകളുടെ സൃഷ്ടിയാണത്.
മാത്രമല്ല, ആർക്കൊരു നാട്ടിൽ എന്ത് സോക്കടുണ്ടായാലും ഏതെങ്കിലും മൂല്യർ പാപ്പാന്റെ തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോയി വെള്ളം ഊതി കുടിക്കും, അല്ലെങ്കിൽ നൂല് എഴുതി കെട്ടും, നൂല് കെട്ടും, അല്ലെങ്കിൽ പിഞ്ഞാണ് എഴുതി കുടിക്കും, എല്ലാ രോഗം മാറും. ഇന്ന് ഒക്കെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ വ്യവസായമായി മാറിയിരിക്കുകയാണ്. അമുസ്ലിങ്ങൾ പോലും ഓരോ നാട്ടിലെ മൂല്യന്മാര് തങ്ങന്മാരടുത്ത് വരും നൂലും വെള്ളം മന്ത്രിക്കാൻ വേണ്ടി. അത് ശിർക്കാണ്, തട്ടിപ്പാണ്, കുഫ്റാണെന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞപ്പോ തന്നെ മറ്റൊരു മനസ്സിലാക്കി, ഇതുവരെ ഞങ്ങളെ വഞ്ചിക്കായിരുന്നു ഈ സമുദായം. മുസ്ലിങ്ങളോടുള്ള ഇസ്സത്ത് നഷ്ടപ്പെടുത്തി. മാത്രമല്ല, പരമ്പരാഗതമായി മുസ്ലിങ്ങൾ ആചരിച്ച് അംഗീകരിച്ച് വന്ന കാര്യങ്ങളൊക്കെ ശിർക്കും കുഫ്റും ബിദഅത്തുമായി ചിത്രീകരിച്ച് നാട് നീളെ ഓടി നടന്ന് സ്വതന്ത്ര ഭാരതത്തിന്റെ ആർക്കും എവിടെയും എന്തും പ്രസംഗിക്കാമെന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് കുട്ടി മൗലവിമാര് കവല തോറും ഓടി നടന്ന് പെട്ടി പ്രസംഗം നടത്തി സാധാരണക്കാരുടെ ഈമാൻ ആശയക്കുഴപ്പത്തിലാക്കാൻ തുടങ്ങി. ഈ സമയത്ത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു യമനിൽ നിന്ന് വന്ന അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയ, അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. യമനിൽ നിന്ന് കടന്നു വന്ന സയ്യിദ് പരമ്പരയിൽപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വല്ലിപ്പ യമനിൽ നിന്ന് വന്നതാണ്. ആ വല്ലിപ്പയുടെ എഴുത്തുകാരനായി കൂടെ സഹയാത്രികനായി വന്ന മഹാനായ ശംസുൽ ഉലമയുടെ വല്ലിപ്പ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വല്യപ്പയുടെ കാത്തിബായിരുന്നു, എഴുത്തുകാരൻ. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ കണ്ടി എന്ന് ശംസുൽ ഉലമക്ക് വീട്ടുപേര് കിട്ടിയത്. എഴുത്തച്ഛൻ കണ്ടി എഴുത്തുകാരനായിരുന്നു, കാത്തിബായിരുന്നു. അങ്ങനെ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എന്റെ സമുദായം ഒന്നിച്ച് നാശത്തിലേക്ക് പോകുമ്പോൾ അവരെ കൈപിടിച്ച് സത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ എന്റെ ഒരു സയ്യിദ് മുമ്പന്തിയിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സയ്യിദ് പരമ്പരയിൽപ്പെട്ട മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരുപാട് കറാമത്ത് കാണിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവർ അന്തിയുറങ്ങുന്ന മക്കാം വരക്കൽ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാൽക്കലാണല്ലോ മഹാനായ ശംസുൽ ഉലമയെ അന്തിയുറങ്ങുന്നത്. ആ വരക്കൽ നാടിന് വരക്കൽ എന്ന് പേര് കിട്ടാനുള്ള കാരണം, ആ നാടിന്റെ പേര് പുതിയങ്ങാടി ആണ്. വരക്കൽ എന്ന് പറയാൻ കാരണം അവിടെ കടൽ തീരമാണല്ലോ. മുക്കുവാന്മാർ മീൻ പിടിക്കാൻ പോകുന്ന കടൽക്ഷോഭം കൊണ്ട് മീൻ കിട്ടാത്തൊരവസ്ഥ വന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് മീൻ കിട്ടുന്നില്ല, ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ബഹുമാനപ്പെട്ടവർ കടലിലേക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങി വടിയെടുത്തുകൊണ്ട് ഒരു വര അങ്ങോട്ട് വരച്ചു. ആ വരച്ച സ്ഥലം അതാണ് വരക്കൽ. ഇന്നും ആ സ്ഥലത്ത് പോയി നോക്കിയാൽ അവിടെ കടൽക്ഷോഭം കുറവാണ്, തിരമാലകൾ കുറവാണ്, ശാന്തമായൊരു അന്തരീക്ഷമാണ്. ഒരുപാട് കറാമത്തുകൾ കാണിച്ച അറക്കൽ രാജകുടുംബത്തിൽ അവിടുത്തെ ഉപദേഷ്ടാവായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ. സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പുള്ള കഥകളാണ് അതൊക്കെ. ഇന്നും കടപ്പുറത്ത് പുതിയങ്ങാടിയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കടൽ തീരത്ത് ഇടക്കിടക്ക് തെങ്ങുകൾ നട്ടുപിടിപ്പിച്ചത് കാണാം, പഴയ തെങ്ങുകൾ കാണാം. കോഴിക്കോട് പുതിയങ്ങാടിയിൽ നിന്ന് അറക്കൽ രാജകുടുംബത്തിലേക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ മഞ്ചലിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇളനീരിട്ട് കുടിക്കാൻ വേണ്ടി ആ രാജകുടുംബം വെച്ചു പിടിപ്പിച്ച തെങ്ങുകളായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിന്റെ റഹ്മഹുല്ലാഹ് തുഹ്ഫത്തുൽ മുജാഹിദീൻ അതുപോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു കൊടുത്ത മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. സമസ്തയുടെ ആലിമീങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരുപാട് പറയാൻ ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആദ്യമായി പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വിളിച്ചു വരുത്തി. മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മലബാറിലെ മുസ്ലിങ്ങളുടെ നേതാവായിരുന്നു, താനൂർ മുദരിസായിരുന്നു. ഏറ്റവും വലിയ ദർസ് നടത്തിയിരുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്ന ഹബീബുൽ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വിളിച്ചു വരുത്തി. സമസ്തക്ക് ഒരു പാരമ്പര്യ അഡ്രസ്സൊക്കെ ഉണ്ട്. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, പാങ്ങിൽ എന്നെ ആലിമീങ്ങൾ ഉറങ്ങി കിടക്കാൻ പാടില്ല. ബിദഅത്തുകൾ അധികരിക്കുകയും അതിനെതിരെ പണ്ഡിതന്മാർ മൗനം ദീക്ഷിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്മാർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന ഹദീസിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളേണ്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഉറങ്ങിക്കിടക്കാൻ പാടില്ല, ആലിമീങ്ങൾ രംഗത്തിറങ്ങണം. ബിദഈ പ്രസ്ഥാനക്കാര് നാട് നീളെ നടന്ന് സമൂഹത്തെ വഴിവഴിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമ്പരാഗതമായി കിട്ടിയ ദീനിൽ സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു. പാങ്ങിൽ എന്താ ചെയ്തെന്ന്, നേരെ പാങ്ങിലിന്റെ തെരീക്കത്തിന്റെ ശൈഖും ഉസ്താദുമായ വാളക്കുളം കോയാമുട്ടി മുസ്ലിയാരുടെ അടുക്കിലേക്ക് വന്നു. വാളക്കുളം പുതുപ്പറമ്പിൽ കോയാമുട്ടി മുസ്ലിയാർ
അദ്ദേഹം വലിയും ആരിഫൊക്കെ ആയിരുന്നു. ഞങ്ങളെ നാട്ടുകാരനാണ്. കോയമുട്ടി മുസ്ലിയാർ ഒരിക്കൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു നാട്ടിൽ. അങ്ങനെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, മഴ പെയ്തില്ല. അത് കഴിഞ്ഞ് ഉളു എടുക്കാൻ വന്നു പള്ളിയിൽ, കാമത്ത് കൊടുത്തു. അന്നിങ്ങനെ ഹൗലൊക്കെ ഇങ്ങനെ മേലെന്ന് വെള്ളം ഇങ്ങനെ ഹൗലക്ക് ചാടുന്ന സംവിധാനം ഉണ്ടായിരുന്നു, പഴയ പള്ളിക്കൊക്കെ ആയിരുന്നല്ലോ. ഹൗലിൽ കൈയിട്ട് ഇങ്ങനെ ഉളു എടുക്കണം. അങ്ങനെ കാമത്ത് കൊടുക്കണം, കാത്തുക്കണ്ട് ഇമാം വെക്കണം. അവർ കരഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല, എനിക്ക് ഇവിടെ മഴ പെയ്ത വെള്ളം കിട്ടി ഉളു എടുത്തിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി, മഴ പെയ്തു. അങ്ങനെ ആ പാത്തിയിലൂടെ വന്ന വെള്ളത്തിൽ ഉളു എടുത്തുകൊണ്ട് പോയി ആ ജമാഅത്തിന് ഇമാമെന്ന ബഹുമാനപ്പെട്ട വാളക്കുളം കോയമുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ മുല്ലക്കോയ തങ്ങൾ പാപ്പ പറഞ്ഞയച്ചതാണ്. കേരളത്തിലുള്ള തലയെടുപ്പുള്ള ആലിമീങ്ങളൊക്കെ വിളിച്ചു ചേർക്കാൻ പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോയമുട്ടി മുസ്ലിയാർ രോഗിയാണ്, ക്ഷീണിതനാണ്, വയോധികനാണ്. അദ്ദേഹം സുദീർഘമായി ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ സംരംഭം വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് സുഖല്ല, എന്റെ മകൻ അബ്ദുൽ ബാരി, ബഹുമാനപ്പെട്ട അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവർ വേലു ബാക്കിയാത്തിൽ നിന്ന് തഹസിലായി ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. മകനെ വിളിച്ചുകൊണ്ട് പാങ്ങിലിനെ ഏൽപ്പിച്ചു, നിങ്ങൾ രണ്ടാളുടെ പോയി കേരളത്തില് തലയെടുപ്പുള്ള ആലിമ്യങ്ങളൊക്കെ വിളിച്ചു ചേർത്തോളൂ. അങ്ങനെ അവര് നടന്നു. ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി അന്നത്തെ പ്രഗത്ഭരായ ആലിമ്യങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് കോഴിക്കോട് യോഗം ചേർന്ന് ആദ്യമായി 1925 കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട ജമിയത്തുൽ ഉലമാക്ക് രൂപം നൽകി. ബഹുമാനപ്പെട്ട മീറാൻ മുസ്ലിയാർ പ്രസിഡന്റും KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പ്രസിഡന്റ്, സംസ്ഥാന ആദ്യത്തെ പ്രസിഡന്റ്, പാറോൾ ഹുസൈൻ ഹാജി സെക്രട്ടറിയുമായി സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. അങ്ങനെ ഒരു കൊല്ലം ആ സംസ്ഥ പ്രധാനമായ സമ്മേളനങ്ങൾ നടത്തി. വിദേശ ആശയക്കാർ എവിടൊക്കെ പ്രസംഗം നടത്തി സമൂഹത്തിന് ആശയക്കുഴപ്പത്തിലാക്കി അവിടെയൊക്കെ പോയി ബഹുമാനപ്പെട്ട മീറാൻ മുസ്ലിയാരെ പോലെയുള്ള, പാങ്ങിലിനെ പോലെയുള്ള, പറവണ്ണയെ പോലെയുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ പ്രസംഗിച്ചു. സമൂഹത്തെ യഥാർത്ഥ ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വീണ്ടും ആലിമീങ്ങൾ യോഗം ചേർന്നു. 27 ആലിമീങ്ങളാണ് അന്ന് ഒത്തുചേർന്നത്. ആ കൂട്ടത്തിൽ പങ്കെടുത്ത ഈ അടുത്ത് നമ്മെ വിട്ടുകഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ മർഹൂം കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, ഇവരെല്ലാം കൂടി യോഗം ചേർന്ന് കൂലങ്കഷമായി ചിന്തിച്ച് വ്യവസ്ഥാപിതമായ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ശാസ്ത്രീയമായ രൂപത്തിൽ സമസ്തയെ കെട്ടിപ്പടുത്തു, പുനഃസംഘടിപ്പിച്ചു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സുദീർഘമായൊരു ദുആ ചെയ്ത, ഒരുപാട് സമയം കരഞ്ഞ് ദുആ ചെയ്ത് അവസാനം ആ ദുആ പറഞ്ഞു, സർവശക്തനായ നാഥ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ സംഘടന ഇത് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പതാക അത് നാളെ മഹ്ദി ഇമാമിന്റെ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ പിൻഗാമികൾക്ക് നീ അവസരം നൽകണേ എന്ന് ബഹുമാനപ്പെട്ട ദുആ ചെയ്തു. അവിടെ കൂടി അവരൊക്കെ ആമീൻ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായിക്കൊണ്ട് പുനഃസംഘടിപ്പിച്ചു. അതിനുശേഷം സമസ്ത ഒരു പടയോട്ടം നടത്തി കേരളത്തിലുടനീളം. സമ്മേളനങ്ങൾ തന്നെ. ഒന്നാം സമ്മേളനം 1927 ഫെബ്രുവരി 7 താനൂരിൽ വെച്ച് നടന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായ പാങ്ങിൽ താനൂർ മദ്രസായതുകൊണ്ട് താനൂരിൽ വെച്ച് ഒന്നാമത്തെ സമസ്തയുടെ സമ്മേളനം നടത്തി. രണ്ടാമത്തെ സമ്മേളനം 1927 ഡിസംബർ 1 മോളൂരിൽ വെച്ച്, എല്ലായ മോളൂര്. മൂന്നാം സമ്മേളനം ചെമ്മൻകുടിയിൽ വെച്ച്. നാലാം സമ്മേളനം മണ്ണാർക്കാട്. അഞ്ചാം സമ്മേളനം വെള്ളിയാഞ്ചേരി 1931 മാർച്ചിലാണ് നടന്നത്. ആറാം സമ്മേളനം ഫറൂഖിൽ. അങ്ങനെ ഒരുപാട് സമ്മേളനം. ഏഴാം സമ്മേളനം മീഞ്ചന്തയിൽ വെച്ച്
ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ നേതൃത്വത്തിൽ നടന്നു. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് വിദയി ആശയക്കാർക്കെതിരെയുള്ള ശക്തമായ പ്രമേയം അവതരിപ്പിച്ചത്. ഈ ഓരോ സമ്മേളനങ്ങളിൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, ഖാദിയാനി തുടങ്ങിയ പുത്തൻ ആശയക്കാര്, അതുപോലെയുള്ള കള്ള തെരീഖത്തുകൾ, അതിനൊക്കെ എതിരെയുള്ള, അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന നേർച്ചകളിൽ അനാചാരങ്ങൾ തുടങ്ങിയ ജീർണതകൾക്കൊക്കെ എതിരെയുള്ള ശക്തമായ താക്കീതുകളും പ്രമേയവുമായിരുന്നു സമ്മേളനങ്ങളിലൊക്കെ മുസ്ലിം ഉമ്മത്തിനെ സമസ്തയുടെ ആലിമീങ്ങൾ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ സമസ്തയുടെ ജൈത്രയാത്ര തുടർന്നു. എല്ലാ സമ്മേളനങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. സമസ്തക്ക് രണ്ട് രൂപത്തിലുള്ള എതിരാളികൾ ആ സമയത്ത് നേരിടേണ്ടി വന്നു. ഒന്ന് പുറത്തുള്ള എതിരാളികൾ. അന്നത്തെ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലത്തെ ഉള്ള രണ്ടല്ല അഫ്ദലുമക്ക് പഠിച്ചിട്ട്, പ്രില്ലിക്കോ അഫ്ദലുമക്കോ പഠിച്ചിട്ട്, ഷബാബോ അങ്ങനെയുള്ള പത്രങ്ങളിൽ ഖുർആന്റെ ആയത്തൊക്കെ പരിഭാഷ പഠിച്ചിട്ട് തൊക്കിൽ വെച്ച് നടക്കുന്നവരല്ല. സമസ്തയുടെ ആലിമീങ്ങളെ പോലെ തന്നെ പ്രഗത്ഭരായ ഉസ്താദന്മാരിൽ നിന്ന് നഹവും സർഫും ഒക്കെ ആധികാരികമായി പഠിച്ച് കിതാബോധി പഠിച്ചവരായിരുന്നു. എടവണ്ണ അലിവി മൂല്യരെ പോലെയുള്ള അങ്ങനെയുള്ള പ്രഗത്ഭരായ കിതാബ് തിരിയുന്ന എന്ന് പറയുന്നവർ തന്നെയായിരുന്നു പഠിച്ചു പോയിട്ട് സമസ്തക്കെതിരെ. അവർക്കെതിരെ സമസ്തയുടെ ആലിമീങ്ങൾ, അന്നത്തെ പ്രൗഢോജ്വല പ്രസംഗകരായിരുന്ന ബഹുമാനപ്പെട്ട പാങ്ങും പറവണ്ണയും ഒക്കെ ശക്തമായി കൊടുങ്കാറ്റായിക്കൊണ്ട് തന്നെ കേരളത്തിൽ ആഞ്ഞടിച്ചു. 1945 വരെ സമസ്തയുടെ പ്രതിരോധ കാലഘട്ടമായിരുന്നു. സമസ്തക്ക് രണ്ടവസ്ഥ ഉണ്ട്. ദീൻ അങ്ങനെ ഉണ്ടല്ലോ, റസൂലുള്ളാഹിക്ക് മക്കി മദീന രണ്ടവസ്ഥ ഉണ്ടല്ലോ, എന്ന പോലെ സമസ്തക്കുണ്ട് രണ്ടവസ്ഥ. 1945 വരെ പ്രതിരോധ കാലഘട്ടം, എതിരാളികളെ നേരിടുക. പുറത്തുള്ള എതിരാളികൾ ഒരു ഭാഗത്ത്, ഈ ഉള്ളിൽ തന്നെ വേറെ എതിരാളികൾ. ബഹുമാനപ്പെട്ട ഉളവട്ടൂർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്രസ തുടങ്ങിയപ്പോൾ എതിരാളികൾ നേരിട്ട് എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ കുറെ ആളുകൾക്ക്, മൂല്യമാർക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 5 നേരം നിസ്കാരം പോലെ തന്നെ 5 നേരം അട്ടിപാത്രം ഇങ്ങനെ വരും. സുഖമായിട്ട് പള്ളിയുടെ മൂലയിൽ നിന്ന് അച്ചിപ്പായിൽ ഇരുന്ന് ഇങ്ങനെ കഴിച്ച് പാത്രം കുട്ടികൾ മോറി വെക്കും, അങ്ങനെ ഇരിക്കുക. മൂല്യന്മാർ പുറത്തിറങ്ങാൻ അത് വക്കാറിന് എതിരാണെന്ന് പറയും. ജനങ്ങളൊക്കെ ഇങ്ങോട്ട് വരിക, ഇഷ്ടമുള്ളവരെ മുഖത്തേക്ക് നോക്കുക, അല്ലാത്തവരെ മുഖത്തേക്ക് നോക്കാതിരിക്കുക, എന്താടാന്നൊക്കെ ചോദിക്കുക. അങ്ങനെ പേടിച്ചു പോണവരൊക്കെ പോകും. അങ്ങനെ സുഖമായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്ന ആ കാലഘട്ടങ്ങളിൽ ആലിമീങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കുക. അങ്ങനെ ജനങ്ങളെ പിന്നിലൊക്കെ ഇങ്ങനെ പോയിട്ട് യോഗം വിളിക്കാന്നൊക്കെ പറഞ്ഞത് വക്കാറിന് കുറവാണെന്ന് പറഞ്ഞിട്ട് കുറെ മൂല്യന്മാർ. ചിലർ പറയും അത് കിതാബ് ഇരിയാത്തവരെ അങ്ങനെ നടക്കുക, ഓൽക്ക് മുത്താലിമീങ്ങളെ കിട്ടാത്തോണ്ടാന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ആലിമീങ്ങൾ അങ്ങനെ പരിഹസിക്കുന്ന ഒരു വിഭാഗം. ഏതായാലും അങ്ങനെയുള്ള മൂല്യന്മാരായ ഒരു വിഭാഗത്തിന്റെ സമസ്തയുടെ ഉലമാക്കൾക്ക് നേരിടേണ്ടി വന്നു. ഈ രണ്ട് വിഭാഗത്തെയും നേരിട്ടുകൊണ്ട് സമസ്ത കേരളത്തിലുടനീളം ഓടി നടന്നു. 1945 വരെ ശക്തമായ സമ്മേളനങ്ങൾ നടത്തി. അതിന്റെ 15ാമത് സമ്മേളനം 1945 കാര്യവട്ടത്തിൽ വെച്ച് നടന്നു. കാര്യവട്ടം സമ്മേളനത്തിൽ വെച്ച് അന്ന് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടെ ക്ഷണിക്കപ്പെട്ടു. ഓച്ചിറക്കാരനായ തെക്കൻ ജില്ലയിൽപ്പെട്ട കൊല്ലം ജില്ലയിലെ ഓച്ചിറ കാരനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ക്ഷണപ്രകാരം കേരളത്തിൽ വന്നു, മലബാറിൽ വന്നു. ബദഈ ആശയക്കാരെ നേരിടാൻ. പാങ്ങിലൊക്കെ പോയിട്ട് രോഗിയായി, പറവണ്ണൊക്കെ രോഗിയായിട്ടുണ്ട്. അങ്ങനെ പതിയുടെ രംഗപ്രവേശം കാര്യവട്ടം സമ്മേളനത്തോടു കൂടിയാണ്. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളൊരു പ്രൗഢോജ്വല പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഇതാ ഇന്ത്യ സ്വതന്ത്രമാവാൻ പോവുകയാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണമായപ്പോൾ സ്കൂളുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ മദ്രസ വിദ്യാഭ്യാസം നടത്തിയിരുന്നു, ഓത്തുപള്ളികൾ നടത്തിയിരുന്നു. എന്നാൽ ഇനി സ്വതന്ത്ര ഭാരതം ഒരുപക്ഷെ അതിന് അനുവദിക്കണമെന്നില്ല. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ സമൂഹം തയ്യാറാവണം. ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് വിപ്ലവം സൃഷ്ടിക്കാൻ നാം രംഗത്ത് വരണമെന്ന ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ ആ പ്രസംഗത്തിൽ നിന്ന് സമൂഹം ഉണർന്നു ചിന്തിച്ചു. ഏതായാലും അതിനുശേഷം ആ രംഗത്ത് സമസ്ത ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ചുരുക്കി സമയം കുറവാണല്ലോ. സമസ്തയുടെ 20ാം സമ്മേളനം ബഹുമാനപ്പെട്ട വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജ് പ്രിൻസിപ്പൽ ഷെയ്ഖ് ആദം മസ്റത്തിന്റെ അധ്യക്ഷതയിൽ താനൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. 1954 അവിടെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരും പ്രൗഢോജ്വലമായ പ്രസംഗം നടത്തി.
ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞു, മുസ്ലിം ബഹുജനങ്ങളെ സമസ്തയുടെ കീഴിൽ അണിനിരത്തേണ്ടതിന്റെ അനിവാര്യത അവർ ഊന്നിപ്പറഞ്ഞു. അതുവരെ സമസ്ത കീഴടകല്ല. സമസ്തന്റെ ആലിമീങ്ങൾ ഇങ്ങനെ പോയി ഓരോ സ്ഥലത്ത് പ്രസംഗിക്കും, മൈക്ക് അങ്ങനെ എതിരാളികളും അവിടെ പ്രസംഗിച്ചു പോരുന്ന പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിന്റെ ചിന്ത ബാഫയ്ക്ക് തങ്ങൾ ഇട്ടതോടുകൂടി അങ്ങനെ അതിനുശേഷം ചേർന്ന ഒരു മുഷാവറയിൽ 2 മൊബല്യമാരെ നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബിനെയും വല്ലപ്പുഴ അയമൂസ്ലിയാരെയും 2 മുബല്യമാരായിക്കൊണ്ട് പല ഭാഗത്തും വ്യവസ്ഥാപിതമല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന മദ്രസകളൊക്കെ ഓത്തുപള്ളികളൊക്കെ വീക്ഷിക്കാനും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ 2 മുബല്യമാരെ സംസ്ഥ നിശ്ചയിച്ചു എന്നല്ലാതെ മറ്റു പ്രവർത്തനം നടത്തിയിട്ടില്ല. അങ്ങനെ 1954 താനൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ബഹുജനങ്ങളെ സമസ്തയുടെ കീഴിൽ നിരത്തുന്നതിന്റെ അനിവാര്യത ഇവർ ഊന്നിപ്പറയുകയും അതേ വർഷത്തിൽ തന്നെ തൊട്ടുശേഷം വന്ന ബദർ ദിനത്തിൽ കോഴിക്കോട് ഇഖ്വാനുൽ മുസ്ലിമീൻ സംഘം ഓഫീസിൽ വെച്ച് സമസ്ത കേരള സുന്നി യോജന സംഘം രൂപീകരിച്ചു. പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ പ്രസിഡന്റും കുട്ടിയസനാജി സെക്രട്ടറിയുമായി കൊണ്ട് SYS രൂപീകരിച്ചു ആദ്യമായി. എന്നാൽ താനൂരിൽ സമ്മേളനത്തോടുകൂടി തന്നെ പ്രഥമ താലൂക്ക് കമ്മിറ്റി, തിരൂർ താലൂക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അതിന്റെ പ്രസിഡന്റ്, കക്കാടി SM ജിഫ്രി തങ്ങൾ, അങ്ങനെയുള്ള KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറി, കക്കാട് ജിഫ്രി തങ്ങൾ, അബ്ദുള്ള കുട്ടി പിന്നെ തങ്ങൾ, എഡ്രിക്കോട് അബ്ദുള്ള കോയ തങ്ങൾ തുടങ്ങിയുള്ള ഭാരവാഹികൾ, CH ഒക്കെ അടക്കമുള്ള നവ്വറല്ലാഹു മർഖദഹു. SYSന്റെ 1ാമത്തെ യൂണിറ്റ് വാളക്കുളം പുതുപ്പറമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ രൂപീകരിച്ചു. സുന്നിയോജന സംഘ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി SYSന്റെ രംഗത്തുള്ള ഒരു പടയോട്ടം, ഒരു പ്രയാണം വാളക്കുളം പുതുപ്പറമ്പിൽ നിന്ന് തുടങ്ങി. സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ പ്രസിഡന്റായ അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തുകൊണ്ട് 5 അംഗ സമിതിയെ ഒരു പരിചരണ സംഘമായി നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, MM ബഷീർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, CH ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബ് നവ്വറല്ലാഹു മർഖദഹു, എഡ്രിക്കോട് VT അബ്ദുള്ള കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു, കൂട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കക്കാട് ജിഫ്രി തങ്ങൾ. ഇവര് ദുആ ചെയ്തുകൊണ്ട് അബ്ദുൽ ബാരി മുസ്ലിയാർ പറഞ്ഞയച്ചു. അവർ തിരൂർ താലൂക്കിന്റെ മിക്ക മഹല്ലുകളിലും പോയി സുന്നിയോജന സംഘം രൂപീകരിച്ചു. മലപ്പുറം ജില്ലയുടെ പല ഭാഗത്ത് രൂപീകരിച്ച് അവർ കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ഹസൻ മുസ്ലിയാർ അടക്കമുള്ള നേതാക്കൾ അവരെ സ്വീകരിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് വയനാട്ടിലേക്ക് കയറി ബഹുമാനപ്പെട്ട വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരെ അനുഗമിച്ചുകൊണ്ട് വയനാട് ജില്ലകളിൽ സുന്നിയോജന സംഘം ഉണ്ടാക്കി. ഇപ്പോൾ SYSന്റെയും സമസ്തയുടെയും കുത്തക അവകാശപ്പെടുന്നവർ അന്നൊന്നും ചിത്രത്തിലില്ല, സമസ്തയിലില്ല. ഇവർ കുണ്ടും കുഴിയും കുന്നും മലയും താണ്ടിക്കടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് മഹല്ലുകളിൽ പോയിക്കൊണ്ട് SYS ഉണ്ടാക്കി. എന്തിന് SYS ഉണ്ടാക്കി? പള്ളികളും മദ്രസകളും മഹല്ലുകളും ഉണ്ടാക്കാൻ. ഇന്നൊരു നാട്ടിൽ SYS SKSF ഒക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. ഇവിടെ ഇപ്പൊ SKSFന്റെ ആവശ്യമില്ല, ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും പോവുകയാണ്. അന്ന് SYS SKSF എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമുള്ളടത്ത് ഉണ്ടാക്കാനുള്ള ഒരു സംഘടന എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല പലരും. അന്ന് അങ്ങനല്ല. അന്ന് ദീനീ പ്രവർത്തനങ്ങൾ, മഹല്ലുകൾ സ്ഥാപിക്കാൻ, മദ്രസകൾ ഉണ്ടാക്കാൻ, പള്ളികൾ ഉണ്ടാക്കാനാണ് SYS ഉണ്ടാക്കുന്നത്. അങ്ങനെ സുന്നിയോജന സംഘം അതിന്റെ 21ാമത് സമ്മേളനം കക്കാട് വെച്ച് നടന്നപ്പോ 1961 അവിടെ വെച്ച് സുന്നിയോജന സംഘത്തെ സമസ്തയുടെ ഔദ്യോഗിക കീഴടകമായി അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തന്റെ പ്രസംഗത്തിൽ അത് പ്രഖ്യാപിച്ചു. ഇതാ സമസ്തക്ക് ഒരു ഊന്നുവടി എന്ന് പറഞ്ഞുകൊണ്ടാണ് SYSനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കക്കാട് സമ്മേളനത്തിൽ വെച്ച് സമസ്തയുടെ കീഴടകമായി പ്രഖ്യാപിക്കുന്നത്. തൊള്ളായിരത്തി പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർക്ക് ശേഷം സുന്നിയോജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിക്കൊണ്ട് ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ തെരഞ്ഞെടുക്കപ്പെട്ടു നവ്വറല്ലാഹു മർഖദഹു. ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റായ കാലത്താണ് സുന്നി ടൈംസ് എന്ന പത്രം SYSന്റെ മുഖപത്രമായി തുടങ്ങിയത്. ബഹുമാനപ്പെട്ടവർ KV തന്നെ ചീഫ് എഡിറ്റർ. ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബ് ജനറൽ സെക്രട്ടറി. 1965 ബഹുമാനപ്പെട്ട മർഹൂം MM ബഷീർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു SYSന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മുക്കം മോയിൻ ഹാജി ജനറൽ സെക്രട്ടറി. 67 SYSന്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ബഷീർ ഉസ്താദ് പ്രസിഡന്റായ കാലത്ത്.
അങ്ങനെ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് പാണക്കാട് പൂക്കോയത്തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇനി സുന്നി യുവജന സംഘത്തിന്റെ സ്ഥലപ്പത്ത് മുബാറക്കായ ഒരു വ്യക്തിത്വം വേണം, അതുകൊണ്ട് തങ്ങൾ ആ സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 1968 പാണക്കാട് PMSA പൂക്കോയത്തങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായ പാണക്കാട് സയ്യിദ് PMSA പൂക്കോയത്തങ്ങൾ സമസ്തയുടെ കീഴ്ഘടകമായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനമേറ്റു. 1968 ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബ് ജനറൽ സെക്രട്ടറി, മോയ്മോനാജി ജനറൽ സെക്രട്ടറി തുടക്കത്തിൽ. പക്ഷെ തങ്ങൾ പറഞ്ഞു, കോട്ടുമല ഉസ്താദിനോട് പറഞ്ഞു, ഐദ്രോസ് ഉസ്താദിനെ ഓർഗനൈസറായി വേണം SYSന്. അങ്ങനെ ബഹുമാനപ്പെട്ട ഐദ്രോസ് ഉസ്താദ് 69 തുടക്കത്തിൽ ദർസ് ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം സുന്നി യുവജന സംഘത്തിന്റെ ഓർഗനൈസറായി പ്രവർത്തന രംഗത്തിറങ്ങി, ഗോദയിലിറങ്ങി. ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയത്തങ്ങള് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായ കാലത്താണ് സുന്നി യുവജന സംഘം ഒരു ബഹുജന സംഘടനയായി മാറിയത്. കോട്ടുമല ഉസ്താദിന്റെ ആ ദീർഘദൃഷ്ടി, മുബാറക്കായ ഒരു വ്യക്തിത്വം ഇതിന്റെ നേതൃസ്ഥാനത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ പ്രസിഡന്റാക്കി. അതിനുശേഷമാണ് SYS ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങി കേരളത്തിൽ. ദാറുൽ ഹിദായ എടപ്പാൾ, വളവന്നൂർ ബാഫക്കി യത്തീംഖാന, പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബി കോളേജ്, വല്ലപ്പുഴ യത്തീംഖാന, അങ്ങനെ തുടങ്ങി പല ജില്ലകളിലും ഒരുപാട് സ്ഥാപനങ്ങൾ SYS തുടങ്ങി. അതൊക്കെ ഇന്നും സംസ്ഥയുടെ കീഴിലാണ്. ആ കൂട്ടത്തിൽപ്പെട്ട യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു ജുമാഅത്ത് പള്ളി മാത്രം ഇന്ന് മറ്റൊരു കയ്യിലാണ്. മറ്റൊക്കെ സംസ്ഥയുടെ കീഴിലാണ്. സംസ്ഥയുടെ നിയന്ത്രണത്തിലാണ് അന്ന് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും. ഓരോ ജില്ലയിലും ഓരോ സ്ഥാപനം ആ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിശദമായി അതിലേക്കൊന്നും വരില്ല. അങ്ങനെ 1975 വരെ 74 വരെ ബാഫയ്ക്ക് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ മരിക്കുന്നത് വരെ പൂക്കോയത്തങ്ങൾ തന്നെയാണ് SYSന്റെ പ്രസിഡന്റ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ SYSന്റെ പ്രസിഡന്റായി. ബാപ്പു മുസ്ലിയാർ ഒരു കൊല്ലം 2 കൊല്ലത്തോളം പ്രസിഡന്റ് ആയപ്പോൾ ഒരു അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ കൺവീനറായി ബാപ്പു മുസ്ലിയാർ നിയോഗിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഇനി ഈ പറയപ്പെട്ട സമസ്തയുടെ നേതാക്കൾ ഇവരൊക്കെ വളരെ നേരത്തെ തന്നെ സമസ്തയിലേക്ക് കടന്നു വന്നവരാണ്. സമസ്തയുടെ 18ാമത് സമ്മേളനം വളാഞ്ചേരിയിൽ വെച്ച് 1950 നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിലാണ് ആദ്യമായി മുഖ്യപ്രഭാഷകനായിക്കൊണ്ട് 1950 മുഖ്യപ്രഭാഷകനായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ക്ഷണിക്കപ്പെട്ടു. വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ അവിടുത്തെ പഠനം പൂർത്തിയാക്കി അവിടെ മുദരിസായി സേവനമനുഷ്ഠിച്ച് പെട്ടെന്നുണ്ടായ പ്രതികൂലമായ കാലാവസ്ഥയിലുണ്ടായ വസൂരി കാരണം കേരളത്തിലേക്ക് വന്ന് തളിപ്പറമ്പിൽ മുദരിസായി, തളിപ്പറമ്പിലും അതുപോലെ കുറ്റിച്ചിറയിലുമൊക്കെ കാദിയാനികൾക്കും വഹാബികൾക്കുമെതിരെയുള്ള ശക്തമായ ശംസുൽമയുടെ പ്രഖ്യാപനവും പ്രസംഗവും കേട്ടുകൊണ്ട് സമസ്തയ്ക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ യുവ പണ്ഡിതനായ മഹാനായ ശംസുൽ ഉലമയെ 1950 വളാഞ്ചേരിയിൽ നടന്ന 18ാമത് സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അവിടുത്തെ മുഖ്യപ്രഭാഷകനായിരുന്നു. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദും അതോടുകൂടിയാണ് സമസ്തയിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. സമസ്തയിലെ ഷെയ്ഖാൻ, സമസ്തയിലെ 2 ഷെയ്ഖുമാരും അതിന് തൊട്ടുശേഷം ചേർന്ന 51 ചേർന്ന മുഷാവറ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കോട്ടുമല ഉസ്താദും സംസ്ഥയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1954 ബഹുമാനപ്പെട്ട KV ഉസ്താദ് സമസ്ത മുഷാവറയിലേക്ക് വന്നു. 50കളുടെ അവസാനത്തിൽ വളരെ ചെറുപ്പക്കാരായ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദും ഐദ്രോസ് ഉസ്താദും മുഷാവറയിലേക്ക് വന്നു. ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞകാല ഉസ്താദന്മാർ മുഴുവനും 50കളുടെ അവസാനത്തിലും 60കളുടെ തുടക്കത്തിലുമായി സമസ്ത കേരള ജമിയത്തുലമായുടെ മുഷാവറയിലേക്ക് കടന്നു വന്ന് അവർ സജീവമായി സമസ്തയുടെ രംഗത്ത് പ്രവർത്തിച്ചു. ബിദഈ ആശയക്കാർ സമൂഹത്തോട് പറയുന്ന ആശയങ്ങൾ മനുഷ്യരുടെ ബുദ്ധിക്ക് പെട്ടെന്ന് കയറുന്നതാണ്. അള്ളന്നല്ലേ ഇവിടെ ഉദൂനി അസ്തജിബിലക്കെന്ന് പറഞ്ഞു. ഇന്ന് അള്ളഹാനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ, പിന്നെന്തിനാ ഔലിയാക്കന്മാരും മശായിഖന്മാരൊക്കെ വിളിക്കണ്? ശരിയാന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്, വേഗം മനസ്സിലാവും.
നേരെ മറിച്ച് തവസ്സിൽ ഇസ്തിഹാസ എന്നൊക്കെ പറഞ്ഞാൽ അത് ദുആന്റെ ചില അദബ് തന്നെയാണ്, അത് അങ്ങനെ വിളിക്കുക ഇങ്ങനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. അത് എളുപ്പം മനസ്സിലാവില്ല. മറ്റത് വേഗം തിരിയും. കാദിയാനികളുടെ ആശ അതിലേറെ തിരിയും. നിരീശ്വരവാദമാണെങ്കിലോ പറയും വേണ്ട. ശരിയായ വഴി കിട്ടാൻ കുറച്ച് പ്രയാസമായതുകൊണ്ടാണല്ലോ ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് തോരക്കണല്ലോ. അള്ളാഹ് ഫർളാക്കിയല്ലോ അല്ലെ. 5 വക്ത് നിസ്കാരത്തിന് 17 ഫാത്തിഹ ഉണ്ട്. അത് നിർബന്ധ, ബാക്കി പിന്നെ സുന്നത്തും. അത്രയും പ്രയാസമാണ് ഹിദായത്ത് കിട്ടാൻ. മറ്റത് എളുപ്പം കയറും. അങ്ങനെ ജനങ്ങളെ ബുദ്ധിയിലേക്ക് എളുപ്പം കയറുന്ന ആളുകൾക്ക് കുറെ സൗകര്യപ്രദമായ, ആണും പെണ്ണും ഒന്നിച്ചങ്ങനെ ഷോപ്പിംഗ് സെന്ററിലേക്ക് പോകണ മാതിരി പള്ളിയിൽ പോവുക, പള്ളിയിൽ പോയിരുന്ന് കുറെ പ്രസംഗം അങ്ങനെ കേൾക്കുക എന്നൊക്കെ അങ്ങനെയുള്ളൂ അല്ലെ. ഇലക്ഷൻ വരെ പള്ളി എന്ന് പറയില്ലായിരുന്ന. മുജാഹിദ് 2 തിരങ്ങാടി പള്ളിയിൽ നിന്ന്, എത്തിങ്ങാന്റെ പള്ളിയിൽ നിന്ന്, അവിടുത്തെ ആ പള്ളിയിലെ കാരണോല് പറഞ്ഞു ഒരു ഖുത്ബ, ഔദ്യോഗിക ഭാഗത്തിന്റെ ഖുത്ബ മിമ്പറിൽ ഇങ്ങനെ ഓതുമ്പോ മടവൂരി ഭാഗത്തിന്റെ ഖുത്ബ ഇവിടെ തുടങ്ങി പുറത്ത്. അതിൽ ആ പള്ളിയിലെ കാരണോര് മുജാഹിദ്